നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സമ്മിറ്റ് ഐസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, UPSC പ്രിലിംസിൽ പൊളിറ്റിയിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ UPSC ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ പ്രൊവിഷൻസ് ഇൻ ദ 5th ഷെഡ്യൂൾ ആൻഡ് 6th ഷെഡ്യൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ മെയ്ഡ് ഇൻ ഓർഡർ ടു ഓപ്ഷൻ എ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ബി ഡിറ്റർമൈൻ ദ ബൗണ്ടറീസ് ഓഫ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്, സി ഡിറ്റർമൈൻ ദ പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്സ്, ഡി പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദ ബോർഡർ സ്റ്റേറ്റ്സ്. ചോദ്യം ഇതാണ്: ഭരണഘടനയിൽ 5ാമത്തെയും 6ാമത്തെയും ഷെഡ്യൂളിൽ എന്തിനു വേണ്ടിയാണ്, എന്തുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണുള്ളത്? ഓക്കെ, നമ്മുടെ ഭരണഘടനയിൽ 5th ഷെഡ്യൂളിലും 6th ഷെഡ്യൂളിലും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഓക്കെ, ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ST വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് 5th ഷെഡ്യൂളിൻ്റെയും 6th ഷെഡ്യൂളിൻ്റെയും അത്യന്തികമായൊരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ട്രൈബൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള 2 ഷെഡ്യൂൾസാണ് 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ടു ഇന്ത്യൻ ഫെഡറലിസം? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഫെഡറലിസത്തിന് പ്രത്യേകത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ദർ ഇസ് എൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഇൻ ഇന്ത്യ. ഓപ്ഷൻ ബി, പവേഴ്സ് ഹാവ് ബീൻ ക്ലിയർലി ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്സ്. സി, the federating units have been given unequal representation in the Rajya Sabha. D, it is a result of an agreement among the federating units. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ട്. ഓക്കെ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും കീഴ്ക്കോടതികളെല്ലാം തന്നെ എക്സിക്യൂട്ടീവിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആണ്. ഇന്ത്യയിൽ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ ബിയും ശരിയാണ്, അല്ലേ? സെൻട്രലും സ്റ്റേറ്റും ഇടയിൽ അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ 7th ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകർ ലിസ്റ്റും ഒക്കെ അങ്ങനെ സെൻട്രലും സ്റ്റേറ്റിനും അധികാരമുള്ള സബ്ജക്റ്റുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇടയിൽ ഭരണഘടന തന്നെ അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ഹാവ് ബീൻ ഗിവൺ അൺഈക്വൽ റെപ്രസെന്റേഷൻ ഇൻ ദ രാജ്യസഭ. രാജ്യസഭയിൽ ഫെഡറൽ യൂണിറ്റുകൾക്ക് അഥവാ സംസ്ഥാനങ്ങൾക്ക് അൺഈക്വൽ റെപ്രസെന്റേഷൻ ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ശരിയാണ്. കാരണം രാജ്യസഭയിൽ കേരളത്തിൻ്റെ പ്രതിനിധികളുടെ എണ്ണം 9 അതിനുവേണ്ടി ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് 1. ഓരോ സംസ്ഥാനത്തിൻ്റെയും പോപ്പുലേഷൻ ആനുപാതികമായിട്ടാണ് രാജ്യസഭാ സീറ്റുകൾ നൽകിയിട്ടുള്ളത്. അത് ശരിയാണ്. നേരെ മറിച്ച് അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളിൽ അവിടെ സംസ്ഥാനത്തിൻ്റെ പോപ്പുലേഷൻ എത്ര ആയിക്കൊള്ളട്ടെ, അവിടെ ഓരോ സംസ്ഥാനത്തിനും 2 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അവിടുത്തെ അപ്പർ ഹൗസ് ആയിട്ടുള്ള സെൻട്രൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കൻ ഫെഡറലിസത്തിൻ്റെ പ്രത്യേകത ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇൻ ദ അപ്പർ ഹൗസ് ആണ്. പക്ഷേ ഇന്ത്യയിലെ പ്രത്യേകത, അമേരിക്കയിലെ സെനറ്റിന് ഈക്വൽ ആണ് ഇന്ത്യയിലെ രാജ്യസഭ എങ്കിലും രാജ്യസഭയിൽ അൺഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. പോപ്പുലേഷൻ ആനുപാതികമായിട്ടാണ് രാജ്യസഭ സീറ്റ് നൽകിയിട്ടുള്ളത്. അത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഓപ്ഷൻ സിയും കറക്റ്റാണ്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെന്റ് എമംഗ് ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ്. ഇന്ത്യൻ ഫെഡറലിസം ഫെഡറേറ്റിംഗ് യൂണിറ്റുകളായിട്ടുള്ള സംസ്ഥാനങ്ങൾ, ഓക്കെ, സംസ്ഥാനങ്ങളുടെ ഒരു എഗ്രിമെന്റിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഫെഡറേഷൻ വന്നു എന്നുള്ളത് തെറ്റാണ്. ഇപ്പോൾ അമേരിക്ക ഇങ്ങനെയാണ്. അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ എഗ്രിമെന്റ് ഫലമായിട്ടാണ് അമേരിക്കൻ ഫെഡറലിസം നിലവിൽ വന്നത്. പക്ഷേ ഇന്ത്യയുടെ കേസിൽ അങ്ങനെയല്ല. കാരണം ഇന്ത്യ കംപ്ലീറ്റ്ലി ഒരു ഫെഡറൽ കൺട്രി അല്ല, മറിച്ച് ഇന്ത്യ ഒരു യൂണിയൻ കൺട്രിയാണ്. ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി, ഭരിക്കാൻ വേണ്ടി മാത്രം സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളൂ. അതല്ലാതെ ഈ സംസ്ഥാനങ്ങളുടെ എഗ്രിമെന്റിന്റെ ഫലമായിട്ടല്ല ഇന്ത്യ മഹാരാഷ്ട്രം നിലവിൽ വന്നത്. കാരണം ഇന്ത്യ യൂണിയനാണ്. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ ഡി തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 2018 ചോദിച്ചതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്ലേസ് എ പർട്ടിക്കുലർ ലോ ഇൻ ദ 9th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 2. The validity of a law placed in the 9th schedule cannot be examined by any court and no judgment can be made on it. Which of the statements given above are correct? 1 only, B 2 only, C both 1 and 2, D neither 1 or 2. ഈ ഒരു ചോദ്യം ചോദിച്ചത് നമ്മുടെ ഭരണഘടനയുടെ 9th ഷെഡ്യൂളിനെ പറ്റിയാണ്. അതായത് 9th ഷെഡ്യൂളിൽ പറയുന്നത് എന്താണ്?
പ്രധാനമായും ലാൻഡ് റിഫോംസ് ആക്റ്റുകളാണ് പ്രധാനമായിട്ടും 9th ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിന് ഒരു നിയമം, ആ നിയമം ഭരണഘടനയുടെ 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അങ്ങനെ പാർലമെന്റ് ഏതെങ്കിലും ഒരു നിയമം 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കോടതികൾക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതികൾക്കത് എക്സാമിൻ ചെയ്യാനോ ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്താനോ പറ്റത്തില്ല എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് ഈ 9th ഷെഡ്യൂളിലെ പ്രത്യേകത പ്രധാനമായിട്ടും ലാൻഡ് റിഫോംസ് ആക്ടുകളെ, ഭൂപരിഷ്കരണ നിയമങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 9th ഷെഡ്യൂള് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം ഭൂപരിഷ്കരണ നിയമങ്ങൾ പോലെയുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള നിയമങ്ങൾക്കെതിരെ ആ കാലഘട്ടത്തിൽ ജന്മിമാരെല്ലാം കോടതികളിലൊക്കെ പോയ സമയത്ത് ഭൂപരിഷ്കരണ നിയമങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് 9th ഷെഡ്യൂൾ കൊണ്ടുവന്നത്. 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 9th ഷെഡ്യൂൾ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയത്. ഈ 9th ഷെഡ്യൂളിലേക്ക് ഏതെങ്കിലും ഒരു നിയമം പാർലമെന്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ നിയമത്തിൽ കോടതി ഇടപെടാൻ പാടില്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പാർലമെന്റിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനയുടെ 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്ന് ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, the validity of a law placed in the 9th schedule cannot be examined by any court and no judgment can be made on it. അതായത് 9th ഷെഡ്യൂളിൽ ഒരു നിയമം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ കോടതി ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഡ്ജ്മെന്റും പറയാൻ പാടില്ല എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇതൊരു പരിധി വരെ ശരിയാണ്, പക്ഷെ തെറ്റാണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ 2007 സുപ്രധാനമായിട്ടുള്ളൊരു കേസുണ്ട്. ആ കേസിൻ്റെ പേരാണ് കൊഹെൽഹോ വീസസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു. ഈ ഒരു കേസിൽ 2007 കൊഹെൽഹോ കേസിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഇപ്രകാരമായിരുന്നു: 1973 ഏപ്രിൽ 24 മുമ്പ് 9th ഷെഡ്യൂൾ ഉൾപ്പെട്ട നിയമങ്ങളിൽ കോടതി ഇടപെടില്ല. പക്ഷേ 1973 ഏപ്രിൽ 24 ശേഷം 9th ഷെഡ്യൂളിൽ ഒരു നിയമം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ നിയമത്തിന്റെ വാലിഡിറ്റി കോടതി എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. കാരണം ഇന്നേ ദിവസം, അതായത് 1973 ഏപ്രിൽ 24 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നടത്തിയത്. ഈ ജഡ്ജ്മെന്റ് പ്രകാരം ഇങ്ങനെയായിരുന്നു: ഭരണഘടനയുടെ ഏതൊരു ഭാഗവും പാർലമെന്റ് അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാത്ത രൂപത്തിലായിരിക്കണം പാർലമെന്റ് ഭരണഘടന അമെൻമെന്റ് ചെയ്യേണ്ടത്. അപ്പം ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നൊരു വിശാലമായിട്ടുള്ള കൺസെപ്റ്റ് 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാത്ത രൂപത്തിൽ പാർലമെന്റിന് ഭരണഘടന അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഈ ഒരു കേസിലുള്ള ജഡ്ജ്മെന്റ്. അതുകൊണ്ട് തന്നെ കേശവാനന്ദ ഭാരതി കേസിലെ ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് 9th ഷെഡ്യൂൾ ഉൾപ്പെട്ട നിയമങ്ങളിൽ കോടതി ഇടപെടില്ല.